ഈ ലോകത്ത് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നന്നായി പഠിച്ചാൽ മാത്രമേ നല്ല നിലയിലെത്താൻ പറ്റുള്ളൂ. നീ എന്തിനാ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? നിനക്കൊന്നും പഠിക്കാനില്ലേ? പോയിരുന്ന് പഠിക്കേ. ബെസ്റ്റ് ആളാണ് പറയണത്. പറ, നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്സിന് എത്ര മാർക്ക് കിട്ടിയത്? മാത്സിന് എത്രയാണ് കിട്ടിയത്? ഇംഗ്ലീഷിന് എത്രയാണ് കിട്ടിയത്? നാണമില്ലല്ലോ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ. ഹാ ഹാ. നീ അങ്ങനെ ഇപ്പൊ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ കാണിച്ചു തരാം അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ എത്രയാ വാങ്ങുന്നതെന്ന്. ഞാനായിരിക്കും ടോപ്പ്. കേട്ടോ പിങ്കി? നീ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. ഞാൻ കാണിച്ചു തരാം നിനക്ക്. നിന്നെ പോലൊരു അഹങ്കാരി പെണ്ണിനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. വേണമെങ്കിൽ പോയിരുന്ന് പഠിക്കേ. മിക്കവാറും കാക്ക മലന്ന് പറക്കുമെന്നാ തോന്നുന്നത്. പാവലോറി. ഇനി എന്തായാലും ഒരു മാസം ഉണ്ടല്ലോ. ഇന്ന് പഠിച്ചില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. നാളെ തൊട്ട് പഠിക്കാം. എന്തായാലും നാളെ ആകുമ്പോൾ ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പറ്റും. ദൈവമേ, ഇനി ഒരാഴ്ച കൂടിയല്ലേ എക്സാമിനുള്ളൂ. ഒരാഴ്ച ഉണ്ടല്ലോ. ഞാൻ നല്ല ബുദ്ധിമാനല്ലേ, എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എന്തായാലും നാളെ തൊട്ട് പഠിക്കാം. ദൈവമേ, നാളെയാണല്ലോ എക്സാം. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? കിടന്ന് ഉറങ്ങിയിട്ട് നാളെ പോയി പരീക്ഷ എഴുതാം. അല്ലാതെ ഇനിയിപ്പോൾ ഒരു ദിവസം കൊണ്ട് ഞാൻ എന്ത് കാണിക്കാനാ? പിങ്കിയുടെ മുന്നിലൊക്കെ ഞാൻ നാണം കിടുമല്ലോ ഭഗവാന്. പ്ലീസ് ഭഗവാന്, പ്ലീസ്, ഞാൻ കുറേ കാണിക്കിട്ടോളാം. പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്നൊന്ന് പാസ്സാക്കി തരുമോ? എന്നൊന്ന് പാസ്സാക്കി തരുമോ? ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഏത് സബ്ജക്റ്റ് പഠിക്കും? അയ്യോ, ഞാൻ പെട്ടുപോയല്ലോ. ദൈവമേ, പ്ലീസ് പ്ലീസ് പ്ലീസ്.